ശ്രീ എൻ സുഭാഷ് ബാബു, മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ പതിവ് പോലെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വിചിത്രമായ കാഴ്ച കണ്ടു. അത് ഏറെ വിവാദം ഉണ്ടാക്കിയതുമാണ്. DFO എങ്ങനെയാണ് ഈ നരഭോജി കടുവയെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വിശദീകരിച്ചപ്പോൾ അവിടുത്തെ SHO അത് ലൈവിനിടയിൽ തന്നെ, തത്സമയ സംപ്രേഷണത്തിനിടയിൽ തന്നെ കയറി വന്ന് തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഇവിടെ പോലീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ശീതസമരം ഇത്തരം കാര്യങ്ങളിൽ തുടരുന്നുണ്ടോ? അതോ മറ്റ് ഏതെങ്കിലും രീതിയിൽ ഈ തത്സമയ വിവരങ്ങൾ ചോർന്നു കഴിഞ്ഞാൽ അത് തിരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ബാധിക്കും എന്നുള്ള അനുമാനത്തിലെത്തിയതാണോ? അതോ ഇത് മുതലെടുക്കാൻ ചിലരെങ്കിലും ശ്രമിക്കും, പ്രത്യേകിച്ച് സാമൂഹ്യ വിരുദ്ധർ എന്നുള്ള രീതിയിൽ മുദ്രകുത്തപ്പെടുന്നവർ, അവരിതിനെ മുതലെടുക്കാൻ ശ്രമിക്കും എന്നുള്ള ബോധ്യത്തിൽ നിന്നാണോ? എന്താണ് അവിടെ പോലീസും വനംവകുപ്പും തമ്മിൽ സംഭവിച്ചിരിക്കുക? അല്ല, ഫോറസ്റ്റിലെ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള പരമാധികാരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്ക് വേണ്ട സഹായവും അതുപോലെ തന്നെ ആ ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലെ മനുഷ്യര് ഉണ്ടാക്കപ്പെട്ട കൃഷിയും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതിന് പോലീസിന് വേണ്ട സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. ശ്രീ PS സോമനാഥൻ, ഈ മനുഷ്യ വന്യജീവി സംഘർഷം കുറച്ചു കാലങ്ങളായി നടക്കുന്നതാണ്. ഇതിൽ രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. എങ്ങനെ വന്യജീവി ശല്യം ജനവാസ മേഖലയിൽ കുറയ്ക്കാം എന്നത് അനുസരിച്ച് പരിസ്ഥിതി പ്രവർത്തകരടക്കം പഠന റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നുണ്ട്. കേന്ദ്രത്തെ പഴിചാരുന്ന മനോഭാവം സംസ്ഥാന സർക്കാർ തുടരുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം സാധാരണക്കാരായാലും സാധാരണക്കാരായവരാണ്. അവർക്ക് ഈ രാഷ്ട്രീയമോ പഠന റിപ്പോർട്ടോ ഒന്നും വശമില്ല. അവർക്ക് ജീവനാണ് വില. ആ ജീവന് വേണ്ടിയാണ് അവർ കേഴുന്നതും പിന്നീട് പ്രതിഷേധം അറിയിക്കുന്നതുമൊക്കെ. എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടേ മതിയാകൂ എന്നുള്ള നിലയിലെത്തുമ്പോൾ ഏത് രീതിയിലുള്ള ഏകോപനമാണ് ഇനിയെങ്കിലും വേണ്ടത്? കേൾക്കാമോ? ഞാനൊരു യാത്രയിലാണ്, അതുകൊണ്ട് കേൾക്കാം. ഓക്കെ. ഇതിനെ സംബന്ധിച്ച് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഉണ്ട്. ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ പഠന റിപ്പോർട്ടുകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളും പലപ്പോഴും യാഥാർത്ഥ്യവുമായി വളരെ അകലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് റിയാലിറ്റി, ഒരു വന്യമൃഗ ശല്യം ഇപ്പൊ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും, വന്യമൃഗ ശല്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഏറെക്കുറെ സമാനതകൾ ഉണ്ടെങ്കിലും എല്ലാം ഒരുപോലെയല്ല. ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പൊ അതാത് പ്രദേശത്തെ പ്രാദേശികമായ പ്രത്യേകതകളും മറ്റ് സാഹചര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് ഇതിന്റെ വിക്ടിംസ് ആകുന്ന ആളുകളുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിനൊരു പരിഹാരം മാർഗം നിർദ്ദേശിക്കുകയും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്താൽ ഒരു പരിധി വരെ ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഈ ഇടുക്കി ജില്ലയില് കട്ടപ്പനയ്ക്കടുത്ത് കാഞ്ചിയാർ എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്തില്, ഇടുക്കി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ അതിർത്തിയിലുള്ള ഒരു പ്രദേശമാണ്. കഴിഞ്ഞ വർഷം ജൂൺ മാസം, അത് വർഷങ്ങൾക്ക് മുൻപ് അവിടെ കുടിയേറിയിട്ടുള്ള ആളുകളാണ്. ഒരു 10-30 വർഷം മുൻപൊക്കെ അവിടെ വന്യജീവി ശല്യം ഉള്ളതായിട്ടൊക്കെ പൂർവികരിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ സമീപകാലത്തൊന്നും അവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണം, കാട്ടുപന്നി അതുപോലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ആനയുടെ ശല്യം ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ വളരെ പെട്ടെന്ന് ഒരു 2-3 ദിവസം തുടർച്ചയായിട്ട് അവിടെ കാട്ടാന കൂപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ നാട്ടിലെ ആളുകള് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനൊന്നും പോയില്ല. അവർ നേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സമീപിച്ച് അവിടുത്തെ കൺസേൺഡ് DFOയ്ക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചു. ഇതുപോലെ ആനയുടെ ശല്യമുണ്ട്, അതൊന്ന് പരിഹരിച്ചു തന്നു. വനംവകുപ്പിന്റെ മെല്ലപ്പോക്ക് നയം അതാണ് എല്ലായിടത്തെയും പ്രശ്നം. അതാണ് ഞാൻ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഇത് പറഞ്ഞു വരുന്നത്. അപ്പോ ആ നാട്ടിലെ ജനങ്ങൾ, ആ വാർഡിലെ ജനങ്ങൾ, ഒരു വാർഡ് പഞ്ചായത്ത് മെമ്പറിന്റെ നേതൃത്വത്തിൽ ആ വാർഡിലുള്ള ഒരു വനിതാ ജനപ്രതിനിധി ആ വാർഡ് എന്നെ പ്രതിനിധീകരിക്കുന്നത്, അവരുടെ നേതൃത്വത്തിൽ ആ വാർഡിലുള്ള ആളുകളെ വിളിച്ചു കൂട്ടി അവരെല്ലാവരും കൂടി സഹകരിച്ചപ്പോൾ 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു കിടങ്ങ് നിർമ്മിക്കാൻ സാധിച്ചു. ഏതാണ്ട് ഒരു 10-15 ദിവസം കൊണ്ട് നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് ഒരു കിടങ്ങ് നിർമ്മിച്ചു. ആ കിടങ്ങ് നിർമ്മിച്ച് അവിടുത്തെ ആനശല്യം ശാശ്വതമായി പരിഹരിച്ചു. പക്ഷെ ഇതിനിടയിൽ വനംവകുപ്പ് ഇതിന്റെ ഒരു പാർട്ടായി. അവർ പറഞ്ഞു ഈ പ്രശ്നം പരിഹരിക്കുന്ന, അതായത് കിടങ്ങ് നിർമ്മിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം ചെയ്യാവുന്ന, വർഷം 1 കഴിയാൻ പോകുന്നു, നയാ പൈസയുടെ സഹായം ചെയ്തിട്ടില്ല. ഈ സ്ഥാനത്ത് ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് ഞങ്ങൾ അവിടെ കിടങ്ങ് നിർമ്മിക്കാമെന്ന് വനംവകുപ്പ് ആയിരുന്നു നാട്ടുകാർക്ക് ഉറപ്പ് കൊടുക്കുന്നെങ്കിൽ ഇന്നും അവിടെ കിടങ്ങ് യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. ആനശല്യം വീണ്ടും അവിടെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്,
പ്രാദേശികമായി ഇതിന് എന്ത് പരിഹാരമാണ് വേണ്ടത്? ട്രഞ്ച്, അതാ കിടങ്ങ് കൊണ്ട് പരിഹരിക്കാവുന്നിടത്ത് കിടങ്ങ് വേണം, ഫെൻസിങ് കൊണ്ട് പരിഹരിക്കാവുന്നിടത്ത് ഫെൻസിങ് വേണം. ഇത് പ്രായോഗികതയൊന്നും പരിശോധിക്കാതെ വനം വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് വന്യജീവി ശല്യത്തെ കൈകാര്യം ചെയ്യാൻ എടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ഉദാസീനതയും തന്നെ അതിനെ പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും വന്യമൃഗ ശല്യം പുതുതായിട്ടൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടാൽ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഒരു കാലത്ത് വന്യമൃഗങ്ങൾ ഒരു കാർഷിക മേഖലയിലേക്ക് വരുന്നത്. അത് തുടക്കമാണ്. ആ തുടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ വനം വകുപ്പ് അതിനെ വളരെ ലാഘവബുദ്ധിയോടെ കൈകാര്യം ചെയ്യും. അത് ഈ തരത്തിൽ ഏതെങ്കിലും ഒരു സംഘർഷത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് അവിടെ ഒരു കോലാഹലങ്ങൾ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു താൽക്കാലിക പരിഹാരം നിർദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സൂചന കിട്ടുമ്പോൾ തന്നെ പഴയതിൽ നിന്ന് ഏതാണ്ട് ഒരു 10-30 വർഷം ഹൈറേഞ്ച് മേഖലയിലൊക്കെ ജനവാസം തുടങ്ങുന്ന കാലഘട്ടത്തിൽ വന്യമൃഗങ്ങളും മനുഷ്യനുമായിട്ട് വളരെയേറെ സംഘർഷത്തിൽ കഴിഞ്ഞ വന്യമൃഗങ്ങളെ തുരത്തി ഓടിച്ചിട്ടൊക്കെ തന്നെ കൃഷി ചെയ്ത ഒരു പ്രദേശമാണ് കരയിൽ നെല്ല് കൃഷി ചെയ്ത് അവിടുത്തെ ആളുകൾ, അതായത് ഗ്രോമോർ ഫുഡിന്റെ ഒക്കെ ഭാഗമായിട്ട് കരയിൽ നെല്ല് കൃഷി ചെയ്തിട്ടാണ് ഹൈറേഞ്ചിൽ ജനവാസം തുടങ്ങുന്നത്. ആ നെൽകൃഷിയോടുണ്ടാകുന്ന ആനയുടെയും മറ്റു വന്യമൃഗങ്ങളുടെ ശല്യം എത്രമാത്രം ഉണ്ടാവും? അന്ന് അതിനെ പ്രതിരോധിച്ച ആളുകളുടെ പിന്മുറക്കാരും അവരുടെ പിന്മുറക്കാരുമാണ് ഇന്ന് ഹൈറേഞ്ചിൽ ജീവിക്കുന്നത്. അവർക്ക് വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ അറിയാം. പക്ഷെ വനം വകുപ്പിന്റെ ഒരു ഉദാസീനതയും ഫലപ്രദമായ ഇടപെടൽ ഇല്ലാതെ വരികയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത് വളരെയേറെ സങ്കീർണമാകുന്നത്. സങ്കീർണമായതിനു ശേഷം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഒരുപാട് രാഷ്ട്രീയ താല്പര്യങ്ങളും മറ്റു പല സ്വാർത്ഥ താല്പര്യങ്ങളും ഇതിനിടയിൽ കുത്തിത്തിരുകി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത് അനിശ്ചിതമായി നീണ്ടുപോകുന്നത്. പക്ഷേ പ്രാദേശികമായി ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വനം വകുപ്പ് ഇതിനൊരു പരിഹാരം കാണാൻ ശ്രമിച്ചാൽ കേരളത്തിലെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ ഒറ്റയടിക്ക് പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ അതിന് ആ ഒരു കാഴ്ചപ്പാടോടുകൂടി അതാത് പ്രദേശത്തെ പ്രശ്നങ്ങൾ പ്രത്യേകമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെ തന്നെ നിർദ്ദേശിക്കുന്നതിനും അവിടെ തന്നെ ഇതിനുള്ള പരിഹാരം കാണുന്നതിനും ശ്രമിച്ചാൽ ഒരു പരിധി വരെയെങ്കിലും ഈ സംഘർഷം കുറയ്ക്കാൻ കഴിയും. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ ഫണ്ട് കേന്ദ്രത്തിന്റെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു 20 കോടി രൂപ അടുത്ത നാളിൽ ഒരു 5-6 മാസം മുൻപ് സംസ്ഥാന വനം വകുപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളി ആയിക്കൊണ്ട് അവരുടെ ഒരു 20 കോടി രൂപ കേരള വനം വകുപ്പിനെ ഏൽപ്പിച്ചു. അതിന്റെ DPR തയ്യാറാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇത്രമേൽ സെൻസിറ്റീവായ ഒരു ഇഷ്യൂവില് DPR തയ്യാറാക്കുന്നതിന് ഇതാണ് കാലതാമസമെങ്കിൽ ആ DPR തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന്റെ ടെൻഡർ എടുക്കുന്ന കാര്യത്തിലും ടെൻഡർ എടുക്കുന്ന കരാറുകാർ അത് സമയബന്ധിതമായി നടപ്പിലാക്കുന്ന കാര്യത്തിലും ഒക്കെ വല്ലാത്ത ഒരു എഴച്ചിലാണ്, ലാഘവമാണ്. ഇനി വേറൊരു കാര്യം പറയാം. ഈ പെരിയാർ ടൈഗർ റിസർവ് പങ്കാളിത്ത വനപരിപാലനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മോഡലാണ് പെരിയാർ ടൈഗർ റിസർവ്. അതായത് വനാതിർത്തിയിൽ താമസിക്കുന്ന ആളുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടി വനപരിപാലനം വന്യജീവി സംരക്ഷണം നടപ്പിലാക്കി രാജ്യത്തിനും ലോകത്തിനും മാതൃക കാണിച്ചതാണ് പെരിയാർ ടൈഗർ റിസർവ്. ആ പെരിയാർ ടൈഗർ റിസർവിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇന്ന് വന്യജീവികളുടെ ഉപദ്രവം കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ മേലാത്ത ചുറ്റുപാടുണ്ടാവുമ്പോൾ ജനങ്ങളെ ശത്രുക്കളായി കാണുന്ന സമീപനമാണ് വനം വകുപ്പ് സ്വീകരിക്കുന്നത്. കേരളത്തിന്റെ ഏതാണ്ട് 30% അല്ലെങ്കിൽ 1/3 ഭാഗം വനമാണ്. ഈ വനത്തിന്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ വനത്തിന്റെ കേരളത്തിന്റെ 1/3 ഭൂപ്രകൃതിയുടെ പൂർണ്ണമായ ആധിപത്യം വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അനുവദിക്കുന്ന ഫണ്ടും അതിന്റെ യൂട്ടിലൈസേഷനെ സംബന്ധിച്ചത് അജ്ഞതയാണ്. വനത്തിനുള്ളിൽ ഇവിടെ അഡ്വക്കേറ്റ് ജയസൂര് സംസാരിച്ചവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ തന്നെ തീറ്റയും വെള്ളവും ലഭ്യമാക്കുന്നതിന് കാലാകാലങ്ങളിൽ ഫണ്ട് അനുവദിക്കുന്നുണ്ട്. ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, അത് ഫലപ്രദമായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന കാര്യം ആർക്കും അറിയില്ല. ഇപ്പൊ നമുക്ക് വിവരാവകാശ നിയമത്തിൽ അപേക്ഷ കൊടുത്താൽ എങ്ങോട്ടേക്ക് ഒഴുകുന്നു എന്നുള്ളത്